Good afternoon, all. Good afternoon, ma'am. Then എന്ത് പറ്റി? മഴയൊക്കെ കാരണമാണോ സ്ട്രെങ്ത് വളരെ കുറവ്? 2 ദിവസമായി നമ്മള് ക്ലാസ് ഒക്കെ അല്ലെ? ഇങ്ങനെയാ നിങ്ങളുടെ അവിടെയൊക്കെ മഴ കുറഞ്ഞോ? ഇവിടെ കുറഞ്ഞു മാഡം. കുറഞ്ഞു. ഓക്കെ. ബാക്കി എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? സേഫ് അല്ലേ എല്ലാവരും? അപ്പോ ഇവിടെയും നല്ല മഴ. ഓക്കെ, വെള്ളം ഉണ്ടല്ലേ? ഓക്കെ. എവിടെ അങ്ങനെ വല്ല വെള്ളം കയറില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എവിടെയെങ്കിലും? ഓക്കെ, സേഫ് ആണ് എല്ലാവരും അല്ലെ? ഓക്കെ. ഇവിടെയും മഴയുണ്ട്, നല്ല മഴയുണ്ട് ഇപ്പോഴും. നല്ലൊരു അടുത്ത മഴ തുടങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ഓക്കെ. അപ്പോ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലെ? അപ്പോ നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ എക്യുപ്മെന്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലും ഇതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വേറെ ഒന്നുമില്ല പഠിക്കാൻ. ഓരോ എക്യുപ്മെന്റ്സുകളും എന്താണെന്നുള്ളതും അതിന്റെ കുറച്ച് യൂസസും കാര്യങ്ങളും അത്രേ ഉള്ളൂ. ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇതിൽ തന്നെ കൂടുതലും നമുക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട് കേട്ടോ. അപ്പോ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് നിങ്ങൾ കോമൺ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിരിക്കുന്നത്? BP apparatus. ഓക്കെ. BP apparatus. പിന്നെന്താ? പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ. ദെൻ എക്സ്റേ മെഷീൻ. എക്സ്റേ. പിന്നെ ഫസ്റ്റ്ലി നമ്മള് പറഞ്ഞോളൂ. സ്റ്റെതസ്കോപ്പ്. സ്റ്റീരിയോസ്കോപ്പ്. എന്താ? സ്റ്റീരിയോസ്കോപ്പ്. ക്ലിയർ ആയില്ല, എന്താ പറഞ്ഞത്? സ്റ്റീരിയോസ്കോപ്പ്. പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മള് നെബുലൈസേഷൻ മെഷീൻ ഉണ്ട്. തെർമോമീറ്റർ അല്ലെ? ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ നമ്മള് കോവിഡ് സമയത്ത് നോക്കിയിരുന്ന സംഭവം, കോവിഡ് ഉണ്ടാവുന്ന അറിയാൻ വേണ്ടി. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ കുറച്ച് പേർക്ക് അറിയാം അല്ലെ? നമ്മൾ അറിയാത്തതായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ഇതിൽ വരുന്നുണ്ട്. എങ്കിലും നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇൻട്രൊഡക്ഷൻ വായിക്കാം. മെഡിക്കൽ apparatus is used for the definite purpose at diagnosis and treatment of diseases or rehabilitation following diseases in injury. It can be either used singly or conjointly with any accessory, consumable or other piece of medical apparatus. അല്ലെ? അപ്പൊ ഒരു മെഡിക്കൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കമന്റ് ചെയ്യാമോ? നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു മീൻസ് എന്തെങ്കിലും ഒരു പേഷ്യൻസിന്റെ ഡയഗ്നോസിസിന് അല്ലെ? മെയിൻലി നമുക്കറിയാം രോഗനിർണയത്തിനും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ട്രീറ്റ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നത് അല്ലെ? ഇറ്റ് ക്യാൻ ബി എയ്തർ യൂസ്ഡ്, അല്ലെങ്കിൽ അത് നമുക്ക് ഏതെങ്കിലും ഒരു ഉപയോഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സംയുക്തമായിട്ടോ നമുക്ക് ഈ ഒരു മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാം. ഇപ്പോ നമുക്കറിയാം നമ്മുടെ ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ECG എന്നുള്ളൊരു ഉപകരണം ഉപയോഗിക്കുന്നു അല്ലെ? അതായത് നമ്മുടെ ഹൃദയത്തിന്റെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ECG ഉപയോഗിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഒരു ചുമയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നെബുലൈസർ യൂസ് ചെയ്യും. അതൊരു രോഗം കണ്ടുപിടിച്ചിട്ട് അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു നെബുലൈസർ എന്ന എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. ECG എന്ന് പറയുന്നത് നമ്മൾ രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പോ നമ്മൾ ഡയഗ്നോസിസിനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സിനും വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഓരോ എക്യുപ്മെന്റ്സുകളാണ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഡിഫിബ്രിലേറ്റർ. നമ്മൾ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിഫിബ്രിലേറ്റർ എന്താണെന്ന് പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്ററാണ് പറഞ്ഞത് നമ്മള്? ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ, ഒന്ന് കമന്റ് ചെയ്യാമോ? ഡിഫിബ്രിലേറ്റർ നമ്മൾ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. നമ്മൾ കഴിഞ്ഞു പോയൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആർക്കും ഓർമ്മയില്ല?
നിങ്ങൾ പഠിച്ചിട്ട് അത് പിന്നെ എക്സാമിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണോ പഠിക്കാനായിട്ട്? ഡിഫിബ്രിലേറ്റർ ഏത് ചാപ്റ്ററിലാണ് പറഞ്ഞത്? ആർക്കും ഓർമ്മയില്ല? ഓർത്ത് നോക്കിയേ. ഓർമ്മയില്ല ആർക്കും? ഐസിയുലാണോ? ഐസിയുല് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഓ, എല്ലാം പറയുന്നുണ്ടല്ലോ ഇപ്പൊ അല്ലെ. മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു പാഠം ഓർമ്മയുണ്ടോ ചാപ്റ്റർ? അതില് ഡിഫിബ്രിലേറ്റർ പ്രത്യേകം നമ്മൾ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞത്, കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നോക്കാം. ഡിഫിബ്രിലേറ്റർ കേട്ടോ. Defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. Various types of defibrillators work in different ways. Automated external defibrillator. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുത്തി കൊടുക്കുക. AFD അല്ല, AED ആണ്. ചെറിയൊരു വര കൂടി ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, which are commonly seen in many public spaces, are used to save lives of people who experience cardiac arrest. അല്ലെ? അപ്പൊ ഒരു ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൃദയത്തിലേക്ക് ഒരു പൾസ്, ഒരു ഷോക്ക് അയച്ചുകൊണ്ട് നമ്മുടെ ഹൃദയമിടിപ്പിന് നോർമൽ ഒരു ഹാർട്ട് ബീറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡിഫിബ്രിലേറ്റർ. ഇനി പറയുന്നത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഇപ്പോൾ അവൈലബിൾ ആണെന്ന്. അത് ഹോസ്പിറ്റലിൽ മാത്രമല്ല പബ്ലിക് സ്പേസസിലും ഈ ഒരു ടൈപ്പ് ഡിഫിബ്രിലേറ്റർ അവൈലബിൾ ആണ് അല്ലെ? നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ? ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ ഈ ഒരു ഡിഫിബ്രിലേറ്റർ മെഷീൻ വെച്ചിട്ട് ആള് ഹാർട്ട് ബീറ്റ്സ് രണ്ട് മെഷീൻ നമ്മളുടെ നെഞ്ചത്തെ ചെസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ മീൻസ് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഹൃദയം അല്ലെ ഹാർട്ട് ബീറ്റ് പൂർണ്ണതയിലോട്ട് എത്തിക്കും അല്ലെ, പഴയപടി കൊണ്ടുവരാനായിട്ട് അല്ലെ. അപ്പോ നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടു കാണും. ഏതാ ഫിലിം എന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും ഒരു ഫിലിം ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു ഡിഫിബ്രിലേറ്റർ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. ഒന്ന് ഇനി എവിടെയെങ്കിലും കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു മീൻസ് ഒരു എന്താ പറയാ, ഒരു കറന്റ് കൊടുത്തിട്ട് രാജാറാണി മൂവി. ഓക്കെ, എല്ലാരും കണ്ടിട്ടുണ്ടോ മൂവി? മീൻസ് മൂവിയിൽ എനിക്ക് തോന്നുന്നു ഒരു സോങ്ങിലല്ലേ അല്ലെ, ഒരു സോങ്ങിലല്ലേ ഈ ഒരു ഡിഫിബ്രിലേറ്റർ വെച്ചിട്ട് ആക്സിഡന്റ് സംഭവിക്കുമ്പോ ഈ ഒരു ഡിഫിബ്രിലേറ്റർ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. ഈ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫിലിം ഒക്കെ കാണുമ്പോഴല്ലേ പറയുമ്പോഴല്ലേ ക്ലിയർ ആവണത്. ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് പറയും അല്ലെ. നസ്രിയൊക്കെ. ഓക്കെ, അപ്പോ ഡിഫിബ്രിലേറ്റർ ഓക്കെ ആണല്ലോ, ഹാർട്ട് ബീറ്റിന്റെ അത് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ തെർമോമീറ്റർ. നമ്മൾ കോമൺലി നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഉണ്ടാവും തെർമോമീറ്റർ അല്ലെ. ഇത് തോന്നുന്നു അത്യാവശ്യം കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു തെർമോമീറ്റർ അത്യാവശ്യമാണ്. നമുക്കൊരു ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു എക്യുപ്മെന്റ് ആണ് തെർമോമീറ്റർ അല്ലെ. ആരുടെയൊക്കെ വീട്ടിലുണ്ട് തെർമോമീറ്റർ? ഉണ്ടോ? ഓൾറെഡി ഉണ്ടോ? കുറച്ചു പേരുടെ വീട്ടിലേക്ക് കാണും അല്ലെ. അപ്പൊ അത്യാവശ്യമാണ് നമുക്ക് ഒരു എക്യുപ്മെന്റ്. ഓക്കെ, നോക്കാം. തെർമോമീറ്റേഴ്സ് ഇവിടെ നമ്മൾ 4 ടൈപ്പ് തെർമോമീറ്ററുകളെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ഡിജിറ്റൽ തെർമോമീറ്റർ. അതായത് എന്താണ്? നമ്മൾ നോർമലി ഇപ്പോ ഹോസ്പിറ്റലിലൊക്കെ ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മളുടെ വീട്ടിലായാലും നമ്മൾ കൂടുതലും ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ആയിരിക്കും ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഡിജിറ്റൽ തെർമോമീറ്റർ കേട്ടോ. ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. അപ്പൊ ഫാസ്റ്റ് ആയിട്ടും കറക്റ്റ് ആയി ഇത്ര പോയിന്റ് എത്ര ഇതുണ്ടോ ആ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റർ വഴി ലഭിക്കുന്നത്. സെക്കൻഡ് വൺ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. അവിടെ പറയുന്നത് പോലെ തന്നെ നോക്കാം. ടിൻതാനിക് ഓർ തെർമോമീറ്റേഴ്സ് ഇയർ ആണ് കേട്ടോ. ഇയർ ആണ്, സി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രീക്ട്ലി വന്നിട്ടുണ്ട് കേട്ടോ. ഇയർ തെർമോമീറ്റേഴ്സ് മെഷർ ദി ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഇയർ കനാൽ ബൈ വേ ഓഫ് ഇൻഫ്രാറേ ടെക്നോളജി. ഇൻഫ്രാറേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഇയറിന്റെ ബാക്കിൽ, അതായത് ചെവിയുടെ കാനൽസിന്റെ ആ ഒരു ടെമ്പറേച്ചർ അളക്കുന്നതാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇയർ തെർമോമീറ്റർ ആ ഒരു വേർഡിൽ തന്നെയുണ്ട്. ഇയറിന്റെ കാനൽസിന്റെ മീൻസ് ആ ഒരു ടെമ്പറേച്ചർ അളക്കുന്ന ഒരു ഇതാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറയുന്നത്. തേർഡ് വൺ ഫോർഹെഡ് തെർമോമീറ്റർ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന പിക്ചറിൽ ഫസ്റ്റ് കിടക്കുന്ന പിക്ചറാണ് ഫോർഹെഡ് തെർമോമീറ്റർ. കണ്ടോ ഫോർഹെഡ്? അതായത് ഫോർഹെഡ് തെർമോമീറ്റർ യൂട്ടിലൈസ് ഇൻഫ്രാറെഡ് സെൻസർ ടു മെഷർ ദ ടെമ്പറേച്ചർ. നമ്മളുടെ നെറ്റിയിൽ അല്ലെ, അതായത് ആ ഒരു നെറ്റിയുടെ ആ ഭാഗത്ത് അത് സെൻസർ ചെയ്തിട്ടാണ് ആ ഒരു കറക്റ്റ് നമുക്ക് ആ ടെമ്പറേച്ചർ കാണിക്കുന്നത്.
എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിൽ ഓക്കെ, കമന്റ് ഞാൻ പറയുന്നതിന് മുൻപ് വന്നു കഴിഞ്ഞു അല്ലെ. ഈ കോവിഡ് ടൈമിലാണ് ഇങ്ങനെയുള്ളൊരു ഫോർഹെഡ് തെർമോമീറ്റർ കൂടുതലായിട്ടും ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലുകളിലൊക്കെ ഇല്ലേ? ആണോ? കോവിഡ് ടൈമിലല്ലേ കൂടുതലും? അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു നോർമലി ഡിജിറ്റൽ തെർമോമീറ്റർ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു കോവിഡ് ടൈമിലൊക്കെയാണ് ഈ ഒരു ഫോർഹെഡ് തെർമോമീറ്റർ ഉപയോഗിച്ച് വന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് വിചാരിക്കണോ? ദെൻ ഫോർത്ത് വൺ, glass and mercury thermometer. Mercury thermometers give precise temperature reading and can be used orally, rectally or under the arm. അതായത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് ഉപയോഗിച്ചിരുന്നില്ലേ? ഒരു മെർക്കുറിയൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ കൊടഞ്ഞിട്ട് വായിൽ വെക്കും, കഷത്തിലൊക്കെ വെക്കില്ലേ? അത് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന തെർമോമീറ്റർ. ഇപ്പൊ കുറച്ചും കൂടി ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ട് ഡിജിറ്റൽ തെർമോമീറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, നടുക്ക് സെക്കൻഡ് പിക്ചർ ആണ് കേട്ടോ മെർക്കുറി തെർമോമീറ്റർ. നമ്മൾ ആദ്യം പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന തെർമോമീറ്റർ ഇപ്പോഴും ഉണ്ട്, എങ്കിലും കുറച്ചൊക്കെ കൂടി ഇപ്പോൾ ഡിജിറ്റലാണ് കൂടുതലും ഉപയോഗിക്കുന്നത് തെർമോമീറ്റേഴ്സ് കേട്ടോ. നെക്സ്റ്റ് വൺ, ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെ. ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിങ്ങൾ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ബി പി ഒക്കെ നോക്കിയിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ബി പി ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ആരും നോക്കിയിട്ടില്ല? ഓക്കെ, ഒരാൾ രണ്ടുപേരും നോക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. മീൻസ് ഒരു എന്താണ്, നമ്മൾ കയ്യിൽ ടൈറ്റ് ആയിട്ട് ആ ഒരു ഇത് വലിച്ചു കെട്ടിക്കൊണ്ട് ആ ഒരു പമ്പിൽ ഇത് നോക്കിക്കൊണ്ട് നമ്മളുടെ ആ ഒരു നോർമൽ ആ ഒരു പ്രഷർ ആ റേറ്റ് നിൽക്കുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് റീഡ് ചെയ്യുന്നത്. നോക്കാം. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ലോസ്റ്റ് പ്രഷർ. A sigmometer include inflatable cuff, a measuring unit and mechanism for inflation which can be handled manually. അല്ലെ, അപ്പൊ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ പ്രോസസ് എങ്ങനെയാ നോക്കുന്നതൊക്കെ. അതാണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ, കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടാലോ. നമുക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സിന് എക്സ്പ്ലനേഷൻ അധികം വേണ്ട. ദെൻ ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പറഞ്ഞതായിട്ട്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, എവിടെയാണ് കേട്ടിരിക്കുന്നത്? എന്താണ് ലാറിംഗോസ്കോപ്പ്? പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തേ. ലാറിംഗോസ്കോപ്പ് എന്താ? ലാറിംഗോസ്കോപ്പ് പറയൂ. ത്രോട്ടിന്റെയാണ്. ഓക്കെ, തൊണ്ടയുമായിട്ട് റിലേറ്റഡ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു ലാറിങ്സിന്റെ അല്ലെങ്കിൽ വോയിസ് ബോക്സിന്റെ നിരീക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ലാറിംഗോസ്കോപ്പ്. തൊണ്ടയും അല്ലെങ്കിൽ ശ്വാസനാളം, നമ്മളുടെ വോയിസ് ബോക്സ് ഒക്കെ മീൻസ് നിരീക്ഷിക്കുന്ന ഒരു ഇതാണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കാം. ലാറിംഗോസ്കോപ്പ് is to observe the larynx, a part of the throat. Then laryngoscopy is a medical approach that is used to get a view of larynx. അല്ലെ, അതായത് ലാറിങ്സിന്റെ ശ്വാസനാളത്തിലേക്ക് ഒരു വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. Then നെക്സ്റ്റ് വൺ, ഓക്സിജൻ മാസ്ക്. എന്തിനാണ് എവിടേക്കാണ് നമ്മൾ ഓക്സിജൻ മാസ്ക് കണ്ടിരിക്കുന്നത്? എവിടെയെല്ലാമാണ് ഒരു ഹോസ്പിറ്റലില് നമ്മൾ ഓക്സിജൻ മാസ്ക് കണ്ടിരിക്കുന്നത്? എവിടെയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, നെബുലൈസർ യൂസ് ചെയ്യുമ്പോൾ ICUല്. പിന്നെ എവിടെയൊക്കെയാ? അനസ്തീഷ്യ. അതുപോലെ തന്നെ OT അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററില്. ഓക്കെ, അപ്പൊ ഓക്സിജൻ മാസ്ക് നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നോക്കാം. An oxygen mask offers a method to carry breathing oxygen gas from storage tank to the lungs. Oxygen mask may wrap only the nose and mouth or all face. They may be made of plastic, silicone or rubber. അപ്പോ ഈ ഒരു ഓക്സിജൻ മാസ്ക് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ സിലിക്കൺ അല്ലെങ്കിൽ റബ്ബർ മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഒരു ഓക്സിജൻ മാസ്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു മാസ്ക് വെക്കുമ്പോൾ നമ്മുടെ മൂക്കും വായും ഫുൾ ആയിട്ട് തന്നെ കവർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതൊരു ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും ഒരു സ്റ്റോറേജിൽ നിന്നും ഈ ശ്വാസകോശത്തിനുള്ളിലേക്കാണ് ഈ ഒരു വാതകം നമ്മൾ വലിച്ച് കൊണ്ടുപോകുന്നത് അല്ലെ. നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നതിന് കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് നേരിട്ട് തന്നെ നമ്മുടെ ലങ്സിലേക്കാണ് ആ ഒരു മെഡിസിൻ ചെല്ലുന്നത്. അതിനാണ് നമ്മൾ ഇപ്പൊ ഒരു എന്താ പറയാ നെബുലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മെഡിസിൻ കഴിക്കുന്നതിന് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ലങ്സിലേക്ക് കടന്നു ചെല്ലും ഈ ഒരു ഓക്സിജൻ മാസ്ക് വഴി നമ്മൾ നെബുലൈസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വൺ, ECG. ECG അറിയാലോ, വായിക്കാം കേട്ടോ.
ECG എന്താ? ഇലക്ട്രോകാർഡിയോഗ്രാഫ് അല്ലെ? ഈസ് ദ പ്രോസസ് ഓഫ് recording the electrical function of the heart over a period of time using electrodes which are put on the skin. അല്ലെ? നമ്മളുടെ ചെസ്റ്റിൽ സ്കിന്നിൽ ഇങ്ങനെ ഇലക്ട്രോഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ എന്താണ് ഹാർട്ടിന്റെ ആ ഒരു ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ആണ് നമ്മൾ ECGയിലൂടെ അളക്കുന്നത് അല്ലെ? ഇപ്പൊ ബ്ലോക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ECGയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പിക്ചർ കണ്ടോ? അതിനെ കുറച്ച് കണക്ട് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സും മീൻസ് ഒരു വയറുകളും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. Then seventh one, വെയിറ്റിംഗ് മെഷീൻ അല്ലെ? വെയിറ്റിംഗ് മെഷീൻ അറിയാലോ, നമ്മള് ഒരു ഡോക്ടറുടെ റൂമിലെ വെയിറ്റിംഗ് മെഷീൻ ഉണ്ടാവും എപ്പോഴും അല്ലെ? A digital scale is a kind of electronic weighting machine which measures many readings that include a body weight and body fat and BMI, etc. What is BMI? BMI അറിയാമോ? BMI അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. BMI ബോഡി മാസ് ഇൻഡെക്സ്. അറിയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാ? ഒന്ന് സൈഡിൽ എഴുതി വെച്ചോളൂ. ബോഡി മാസ് ഇൻഡെക്സ് കേട്ടോ, BMI. ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോ നമുക്ക് പലതരത്തിലുള്ള വെയിറ്റിംഗ് മെഷീൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് മറ്റൊരു നീഡിലൊക്കെ ഉള്ളത് അല്ലെ? ദെൻ സെക്കൻഡ് പിക്ചറിൽ എന്താണ്? ഡിജിറ്റലൈസ്ഡ് ആണ്. നമ്മൾ കയറി നിൽക്കുമ്പോൾ തന്നെ ഡിജിറ്റലൈസ്ഡ് അവിടെ അളവ് കാണിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ അല്ലെ, നമ്മൾ പീഡിയാട്രിക്കിന്റെ അടുത്തൊക്കെ പോകുമ്പോ വളരെ കുഞ്ഞു പിള്ളേരുടെ ആണെങ്കിൽ ഇപ്പൊ ജനിച്ച ഉടനെ തന്നെ ഉള്ളതും അതുപോലെ തന്നെ ഒരു 3 മാസമോ 6 മാസമോ ഉള്ള കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ വ്യത്യാസമില്ലേ? ഇതുപോലത്തെ വെയിറ്റിംഗ് മെഷീനിലേക്ക് കുഞ്ഞിനെ കയറ്റി നമുക്ക് നിർത്താൻ പറ്റുമോ? ഇങ്ങനത്തെയാണ് അവിടെ. കുഞ്ഞിനെ നമ്മളൊരു കിടത്തുന്ന ടൈപ്പ് ആയിരിക്കും. കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യാം? അതിലേക്ക് ഒന്ന് കിടത്തിയാൽ മതി അല്ലെ? ഒരു വെയിറ്റിംഗ് മെഷീൻ തീരെ പൊട്ടി കുഞ്ഞുങ്ങളെയാണ് നമ്മൾ അങ്ങനെ കിടത്തുന്ന ടൈപ്പ് മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി വലുതാവുമ്പോ മീൻസ് ഒരു മീൻസ് എന്തിനേലും കുറച്ചുകൂടി വലുത് ആള് നടക്കാറാവുന്ന പ്രായത്തിലാണെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു വലിയ ടൈപ്പ് മെഷീൻ ഉണ്ട് അല്ലെ? കുഞ്ഞുങ്ങളെ നമ്മൾ അതിനകത്ത് കയറ്റി നിർത്തിയാൽ മാത്രം മതി. ജസ്റ്റ് ഇങ്ങനെ ഒരു പിടിക്കാനുള്ള ഒരു കമ്പിയൊക്കെ ആയിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കണ്ടിട്ടുണ്ടാണെങ്കിലോ കുഞ്ഞിക്കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചു കാണും അല്ലെ? ഇതുപോലത്തെ മെഷീൻ അല്ല, അവർക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വേറൊരു വെയിറ്റിംഗ് മെഷീൻ ആണ് ഉള്ളത്. അപ്പൊ വെയിറ്റിംഗ് മെഷീൻ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പില് വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്. ഡിജിറ്റലൈസ്ഡ് ഉണ്ട്, നോർമലി നീഡിൽ ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തന്നെ 2 ടൈപ്പ് ഉണ്ട്. ദെൻ ട്രോളി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെഡിസിൻസും മറ്റു എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഉപകരണമാണ് ട്രോളി എന്ന് പറയുന്നത്. ദെൻ നോക്കാം. Objectives of using trolley in hospital is to help to move things from one place to another place without any risk. റിസ്ക് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഈ എക്യുപ്മെന്റ്സും സാധനങ്ങളും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാനാണ് നമ്മൾ ട്രോളി യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ട്രോളീസ് ആർ. അപ്പൊ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തു വരുന്ന ട്രോളികളാണ് പറയാൻ പോകുന്നത്. ക്രാഷ് കാർട്ട് ട്രോളി. എന്താ ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറഞ്ഞാല്? അതായത് എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസും എക്യുപ്മെന്റ്സുകളും നമ്മൾ കൊണ്ടുപോകുന്ന ട്രോളിയാണ് ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത്. ഓക്കെ, എമർജൻസി മെഡിസിൻസും എക്യുപ്മെന്റ്സും കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ മെഡിസിൻ ട്രോളി, മെഡിസിൻസുകൾ കൊണ്ടുപോകുന്നത്. ദെൻ എസ്എസ് ഡ്രസ്സിംഗ് ട്രോളി, അതായത് ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എന്താ എസ്എസ് മീൻസ് ഒരു സ്റ്റീലിന്റെ ട്രോളി. അതായത് എന്താ നമ്മൾ ഈ ഡ്രസ്സുകളും മറ്റും അല്ലെ? ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള എക്സ്ട്രാ ധരിക്കേണ്ട ഡ്രസ്സുകളും അല്ലെങ്കിൽ റൂമിലൊക്കെ ബെഡ്ഷീറ്റുകളും പില്ലോ ഒക്കെ മാറ്റുന്ന അത്തരത്തിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റീൽ ഡ്രസ്സുകളിൽ ട്രോളിയിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോകുന്ന ഒരു ട്രോളി. ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോ ട്രോളി കാണാത്തവരാണെങ്കിൽ ഒന്ന് നോക്കണേ. ട്രോളിയൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഏത് ടൈപ്പാണ് എന്നൊക്കെ ഒന്ന് നോക്കണേ. ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കോ? ഓക്കെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എപ്പോഴെങ്കിലും പോകുമല്ലോ. അപ്പോ ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ഐഡന്റിഫൈ ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് വെറുതെ എക്സാം എഴുതി ജയിക്കാൻ മാത്രമാകരുത് നമ്മൾ പഠിക്കണത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ജസ്റ്റ് ഇത് നമ്മൾ പഠിച്ചതാണല്ലോ എന്ന് ജസ്റ്റ് ഒന്ന് അടുത്ത് പോയി ഒന്ന് നോക്കിയെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോ ട്രോളി. ഇപ്പൊ ട്രോളി, ക്രാഷ് കാർട്ട് ട്രോളി ഉണ്ട്, അതുപോലെ മെഡിസിൻ ട്രോളിയും മറ്റു ട്രോളികൾ. ഓക്കെ, ഇതുവരെ ഒന്ന് വായിക്കാമോ? അപ്പൊ നമ്മൾ 8 എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ? പഠിച്ചെന്ന് തോന്നുന്നു, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ ഒന്ന് ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിക്കാം കേട്ടോ. 8 എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പഠിച്ചത് അതുവരെ. എസ്എസ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. മീൻസ് ഒരു സ്റ്റീലിന്റെ ടൈപ്പ് ട്രോളിയാണ്. മീൻസ് അതൊരു പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലീഗ് ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റും കൊണ്ടുവരുന്ന
ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ട്രോളിയിൽ കൊണ്ടുപോകുന്നത്. ദെൻ വായിച്ചു നോക്കാം, ഓരോന്നും വായിക്കാം കേട്ടോ. ഡിഫിബ്രിലേറ്റർ നോക്കാം, പിക്ചർ നോക്കാം. ദെൻ AED ആണ് കേട്ടോ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. തിരുത്താനുള്ളതൊന്നും തിരുത്തിയിടാം. AED ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ തെർമോമീറ്റേഴ്സ്, നമ്മൾ 4 ടൈപ്പ് തെർമോമീറ്റർ പഠിച്ചു. നെക്സ്റ്റ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, ദെൻ ലാറിംഗോസ്കോപ്പ്. വായിച്ചു നോക്കാം കേട്ടോ. ഓക്സിജൻ മാസ്കും ECG വായിക്കാം. Then waiting machine and trolleys. Complete ആയോ? ഓക്കെ, വായിച്ചു ഇത്രയും എല്ലാവരും? എന്ത് പറ്റി, റിപ്ലൈ ഒന്നുമില്ല? ഓക്കെ, നെക്സ്റ്റ് എക്യുപ്മെന്റ് നോക്കാം. വീൽ ചെയർ കേട്ടോ, നോക്കാം. വീൽ ചെയർ നമുക്ക് കോമൺ അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞു. ഇതിൽ അത്യാവശ്യം എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് മാത്രം നമുക്ക് അറിയാൻ പാടില്ലാത്ത എക്യുപ്മെന്റ്സ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോ വീൽ ചെയർ, a wheelchair is a wheeled mobility instrument. The instrument is moved manually by turning the wheels by the hand or via various automated system. Then wheelchairs are used for people who feel walking is difficult to or impossible because of illness, physiologically or physical injury or disability. അപ്പൊ ഒരു വീൽ ചെയർ, എപ്പോഴും ഒരു വീൽ ചെയറിന്റെ ആവശ്യം ആർക്കാണ്? ഒരു മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വീൽ ചെയർ എന്ന് പറയുന്നത്. അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഹാൻഡ് കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ആ ഒരു വീൽ ചെയറിന്റെ വീൽസ് തള്ളി നീക്കാം. അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് സിസ്റ്റം ടൈപ്പ് വീൽ ചെയറും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോ ഒന്നില്ലെങ്കിൽ ഒരു നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനോ അല്ലെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും അസുഖം ബാധിച്ച ഒരു പേഷ്യൻസ്
ഫിസിക്കലി ഇൻജോർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള പേഷ്യൻസ് അല്ലെ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീൽ ചെയറുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ വീൽ ചെയർ. ദെൻ നെക്സ്റ്റ് വൺ സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചർ നമുക്കറിയാം എന്താ, നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ സ്ട്രക്ചറിൽ കിടത്തിയൊക്കെ കൊണ്ടുപോകും. മെയിൻലി ഈ എമർജൻസി കേസസിലൊക്കെയാണ് ആംബുലൻസിലൊക്കെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്ട്രക്ചറെ പാടെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് സ്ട്രക്ചറിലാണ് കൊണ്ടുപോകുന്നത്. ആളെ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും, സ്ട്രക്ചറിന്റെ സഹായത്തോട് കൂടി തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എമർജൻസി മെഡിക്കൽ സർവീസിലേക്ക് കൊണ്ടുപോകും. നോക്കാം സ്ട്രക്ചർ. A structure is an instrument used for carrying patients who needs medical care. Structures are mainly used in acute out of hospital care situations by emergency medical service. അല്ലെ, അപ്പൊ ഒരു എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ടൈമിലാണ് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. Then next one, functioning machine. In the functioning machine കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഫങ്ഷനിങ് മെഷീൻ കേട്ടിട്ടുണ്ടോ? ഫങ്ഷനിങ് മെഷീൻ ചിലപ്പോ നമ്മള് മെഷീൻസ് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോ അതിന്റെ പേരായിരിക്കും നമുക്ക് അറിയാൻ പാടില്ലാത്തത് അല്ലെ. ഓക്കെ, ദെൻ എന്താണ് കണ്ടിട്ടുള്ളവര് പറയൂ, എന്താണ് ഫങ്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്? എന്താണത്? ആ മെഷീൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അറിയാമോ? കണ്ടിട്ടുള്ളത് മാത്രമുള്ളോ, അറിയാൻ പാടില്ല? ടീത്തിന്റെ ഫ്ലൂയിഡ്സുകൾ സക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ. ഓക്കെ, അത് തന്നെ, ഫ്ലൂയിഡ് സക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. A functioning machine is a movable instrument. ഇതൊരു മൂവബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. Used in the field of medicine for sucking fluids from a person airways and mouth. അല്ലെ, അതായത് ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ നിന്നോ അല്ലെങ്കിൽ വായിൽ നിന്നോ ഈ ഫ്ലൂയിഡ്സിനെ നമ്മൾ സക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ഉപകരണമാണ് ഫങ്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. നമ്മള് കോവിഡ് ടൈമില് വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ ഫ്ലൂയിഡ് എടുത്തത് ഓർമ്മയുണ്ടോ? ഒരു ചെറിയൊരു ട്യൂബ് പോലത്തെ സംഭവം വെച്ചിട്ട് എടുത്തില്ലേ? അപ്പൊ അത് നമ്മൾ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ അതുപോലത്തെ സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഫങ്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഫ്ലോ മീറ്റർ. ഇത് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഫ്ലോ മീറ്റർ ഇത് കണ്ടു കാണുമല്ലോ. കാഷ്വാലിറ്റിയിലൊക്കെ ചെല്ലുമ്പോ ഒരു കട്ടിൽ, ആ കട്ടിലിന്റെ ഒക്കെ സൈഡോടൊക്കെ ചേർന്നിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് പേരറിയില്ല. അതല്ലേ വാസ്തവം? ആണോ? ഇതെല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതിന്റെ പേര് ഫങ്ഷനിങ് ആണോ അല്ലെങ്കിൽ ഫ്ലോ മീറ്റർ ആണോ എന്ത് സംഭവമാണെന്ന് നമുക്കറിയില്ല അല്ലെ. അതല്ലേ സത്യാവസ്ഥ. കുറച്ചു പേരുടെ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ, ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പോ കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റല് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇനി മനസ്സിലാക്കുമല്ലോ. നമ്മൾ പഠിച്ചു കഴിയുമ്പോ പിന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇത് ഇന്ന ഇൻസ്ട്രുമെന്റ് ആണ്, ഇതിന്റെ ഉപയോഗം ഇതാണ് അല്ലെ. നമുക്ക് വീട്ടിലുള്ളവരെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാലോ, അവർക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ഗ്യാസ് സിലിണ്ടറിന്റെ മീറ്റർ. ഓക്കെ, നോക്കാം. ഫ്ലോ മീറ്റർ. A device controls and gauges the flow of fluid and gas. In anesthetic gas machine is to flow meter that gases by speed of flow based on their viscosity and density. അപ്പോ ഈ ഒരു ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഓക്സിജന്റെയും മറ്റും അളവുകൾ അല്ലെ, ആ ഒരു ദ്രാവകത്തിന്റെയോ അല്ലെങ്കിൽ വാതകത്തിന്റെയോ നിയന്ത്രിക്കാനായിട്ടാണ് അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണത്. നിയന്ത്രിക്കുന്നതാണ് അത്. ആ ഒരു വിസ്കോസിറ്റിയും സാന്ദ്രതയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഓക്സിജൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ തോന്നിയ അളവിലൊക്കെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൂടിപ്പോയാൽ പ്രശ്നമാണ് അല്ലെ. അപ്പോ അതിന്റെ അളവ് മീൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IV സെറ്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? IV സെറ്റ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, IV സെറ്റിൽ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ഫ്ലൂയിഡിന്റെ ഒഴുക്കിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു IV സെറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഗ്യാസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള മീൻസ് ഇപ്പോ എന്താ ഓക്സിജൻ അതിനെയൊക്കെ നമ്മൾ ഡ്രോപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന IV സെറ്റ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പൊ ഓക്സിജൻ ഒക്കെ കൊടുക്കുമ്പോൾ അതിന്റെയൊക്കെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സിറഞ്ച് പമ്പ്. ഇതെവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിറഞ്ച് പമ്പ് നോക്കാം. A syringe driver or syringe pump is a little infusion pump. Some consist of infuse and with draw capability
used to administer gradually small amounts of fluid with or without medication to a patient or for use in a chemical and biomedical research. അപ്പോ ഒരു സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇൻഫ്യൂഷൻ പമ്പാണത് അല്ലെ. അപ്പോൾ ക്രമേണ ചെറിയ അളവില് ദ്രാവകം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു രോഗിക്ക് നമ്മൾ ആ സിറിഞ്ചിൽ മെഡിസിൻ കയറ്റില്ലേ ആ ഒരു പമ്പിനെയാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. മീൻസ് ഒരു കുറഞ്ഞ അളവില് ഈ ഒരു മെഡിസിൻസ് കയറ്റുന്നതാണ്. കൃത്യമായിട്ടുള്ള അളവിൽ ദ്രാവകം എത്തിക്കുന്നതിനും അല്ലെങ്കിൽ ഇതിൽ 1-2 സിറിഞ്ചൊക്കെയാണ് ഈ ഒരു സിറിഞ്ച് പമ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സ്റ്റെതസ്കോപ്പ്. കോമൺ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്റ്റെതസ്കോപ്പ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, സ്റ്റെതസ്കോപ്പ്. ഒന്നുകൂടി പറയണോ? സിറിഞ്ച് പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഇൻഫ്യൂഷൻ പമ്പാണ്. അതായത് നമ്മൾ ആ മറ്റേ കുപ്പിയിൽ നിന്ന് സിറിഞ്ച് മീൻസ് ആ ഒരു മെഡിസിൻസ് ഒക്കെ കയറ്റില്ലേ, അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്രമേണ ചെറിയ അളവിൽ ഈ ഒരു മെഷീനിൽ നിന്നാണ് നമ്മൾ ആ ഒരു മെഡിസിൻസ് സിറിഞ്ചിലേക്ക് പമ്പ് ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മീൻസ് ഒരു 3-4 സിറിഞ്ചസുകൾ വെക്കാം എന്നാണ് പറയുന്നത്. മീൻസ് ആ സിറിഞ്ചിന്റെ ഉള്ളിൽ മെഡിസിൻ കയറ്റുന്ന ഒരു പമ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റെതസ്കോപ്പ് നമുക്കറിയാം അല്ലെ, ഡോക്ടേഴ്സിന്റെ കഴുത്തിൽ ഉണ്ടാവും സ്റ്റെതസ്കോപ്പ് അല്ലെ. അപ്പൊ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ചെറിയൊരു റൗണ്ടിൽ ഒരു ഡിസ്ക് പോലത്തെ ഒരു സംഭവമാണ് നമ്മളുടെ ചെസ്റ്റിൽ വെക്കും അല്ലെ. നെഞ്ചത്തും പുറത്തൊക്കെ ഇങ്ങനെ ഡോക്ടർ വെക്കില്ലേ ഒരു വട്ടത്തിൽ ഒരു ചെറിയ കുഞ്ഞു ചെസ്റ്റ് ഒരു ഡിസ്കിന്റെ ആകൃതിയിലുള്ള ഒരു സംഭവം. അപ്പൊ അത് എന്ത് ചെയ്യും, നമ്മുടെ ചെസ്റ്റിലും അതുപോലെ തന്നെ നമ്മുടെ പുറത്തേക്ക് വെച്ചിട്ട് നോക്കും. ദെൻ ഡോക്ടറിന്റെ ചെവിട്ടിലേക്ക് ആ രണ്ട് മീൻസ് ആ ഒരു എന്താ പറയാ ഡോക്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളുടെ ലങ്സിലെയും ഹാർട്ടിലെയും സൗണ്ട്സും മറ്റു കാര്യങ്ങളാണ് ഡോക്ടർ ഇത് വെക്കുമ്പോൾ ചെവിയിലൂടെ അത് ആ ഒരു കേബിളിലൂടെ നമ്മുടെ ഡോക്ടറിന്റെ ചെവിയിലേക്ക് എത്തുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഡോക്ടർ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ. നോക്കാം, സ്റ്റെതസ്കോപ്പ്. The stethoscope is an auditory medical device for osculation. എന്താ മീൻസ് osculation എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്തരമായിട്ടുള്ള അവയവങ്ങളില്ലേ, ആന്തരിക അവയവങ്ങളുടെ പരിശോധന കേട്ടോ. ഓർ ലിസണിങ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡി. ഒരു മനുഷ്യ ശരീരത്തിന്റെയും അല്ലെങ്കിൽ ഒരു അനിമൽ ബോഡിയുടെയും ഇന്നർ സൗണ്ട്സിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. മനുഷ്യനും മാത്രമല്ല മൃഗങ്ങളിലും ഈ ഒരു സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്നർ സൗണ്ട്സിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് വിൽ ഹാവ് എ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസോണേറ്റർ. അതായത് ഈ ഒരു നമ്മളെ ചെസ്റ്റിൽ വെക്കുന്ന ഒരു ഭാഗം ചെറിയൊരു സ്മോൾ ഡിസ്ക് ഷേപ്പിലുള്ളതായിരിക്കും. Then that put against the chest, ചെസ്റ്റിൽ വെക്കും. ആൻഡ് 2 tubes connected to earpiece. അതിന്റെ 2 ട്യൂബ് കണക്ട് ചെയ്തിട്ട് ഡോക്ടറിന്റെ ചെവിട്ടിലും വെക്കും അല്ലെ, അപ്പോഴല്ലേ അറിയാൻ പറ്റുന്നത്. Then it is often used to hear the sounds of lungs and heart. അപ്പോ നമ്മുടെ ലങ്സിലെയും അതുപോലെ തന്നെ ഹാർട്ടിലെയും സൗണ്ട്സ് ഒക്കെ ഇങ്ങനെ ആ ഡോക്ടർ ചെവിട്ടിൽ വെക്കുമ്പോൾ ഡോക്ടറിന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒരു സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ വീൽ ചെയർ വരെയാണോ വായിച്ചത്? ഇടം വരെ വായിച്ചു? സ്ട്രക്ചർ വരെയല്ലേ വായിച്ചു? വീൽ ചെയർ വരെയാണോ വായിച്ചത്? ട്രോളി വരെയോ? ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി വീൽ ചെയർ തുടങ്ങി ഒന്ന് വായിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വീൽ ചെയറും സ്ട്രക്ചറും ഒന്ന് വായിക്കാം. നമുക്കറിയാവുന്ന ഒരു എക്യുപ്മെന്റുകൾ തന്നെയാണ് അല്ലെ, അപ്പൊ വലിയ കുഴപ്പമില്ല. ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. വീൽ ചെയറും സ്ട്രക്ചറും വായിക്കാം കേട്ടോ.
ഓക്കെ, കഴിഞ്ഞ വീൽ ചെയറും സ്ട്രക്ചറും വായിച്ചോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യൂ. Then next നോക്കാം, സങ്ഷനിങ് മെഷീൻ ആൻഡ് ഫ്ലോ മീറ്റർ വായിച്ചോളൂ കേട്ടോ. സങ്ഷനിങ് മെഷീനും ഫ്ലോ മീറ്ററും വായിക്കാം. ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു IV സെറ്റ് പറഞ്ഞു. നമ്മള് ഡ്രിപ്പ് ഇടുമ്പോ ആ ഒരു ഡ്രിപ്പിനെ നിയന്ത്രിക്കാനായിട്ട് സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ IV സെറ്റ് എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ പറയുന്നത് ദ്രാവകങ്ങൾ അല്ലെങ്കിൽ വാതകങ്ങൾ, ഫ്ലൂയിഡ്സുകൾ. ഇപ്പൊ നമ്മൾ ഓക്സിജൻ സിലിണ്ടറിന്റെ ഒക്കെ സൈഡിലായിട്ട് ഈ ഒരു മെഷീൻ ഉണ്ടാവും. കാരണം ആ ഓക്സിജൻ പേഷ്യൻസിന് കൊടുക്കുന്ന അളവും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ IV സെറ്റ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു ഏതാണോ ലിക്വിഡ് കൊടുക്കുന്നത് അതിന്റെ ഒരു നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലോ മീറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടുന്നത്. Then last one, syringe pump and stethoscope വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, ദെൻ വായിച്ച് കംപ്ലീറ്റ് ആയവര് നോട്ട്ബുക്ക് എടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു പെൻ എടുക്കുക. നോട്ട്ബുക്കും പേനയും എടുക്കുക. പെട്ടെന്ന് റെഡി ആയിക്കോളൂ. സിറിഞ്ച് പമ്പ് എന്ന് വെച്ചിട്ട് എന്താ പറഞ്ഞത്, നമ്മള് ആ ഒരു സിറിഞ്ചിലേക്ക് മെഡിസിൻസിനെ പമ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് കേട്ടോ. നോട്ട്ബുക്ക് എടുക്കണേ, പെട്ടെന്ന് നോട്ട്ബുക്ക് എടുക്കുക, ഒരു പെൻ എടുക്കുക. ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോളൂ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. ചാപ്റ്റർ 33 മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പേര് എഴുതാ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഫസ്റ്റ് വൺ എഴുതിക്കോളൂ. ഡിഫിബ്രിലേറ്റർ ഒന്നെന്ന് എഴുതാ, എന്നിട്ട് എന്ത് ചെയ്താ, ഡിഫിബ്രിലേറ്റർ എന്ന് എഴുതാ കേട്ടോ. ഡിഫിബ്രിലേറ്റർ എഴുതിയോ? സ്റ്റാർട്ട് ചെയ്തോ? എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, ഡിഫിബ്രിലേറ്റർ എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇടാം. എഴുതിക്കോളൂ. ഡിവൈസ് apply an electric charge or current. Device apply an electric charge or current to the heart to restore a normal heartbeat.
restore a normal heartbeat. Repeat ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണോ? എഴുതിയോ? Device apply an electric charge or current to the heart to restore a normal heartbeat. Then thermometer ഒന്ന് എഴുതണ്ടല്ലോ, നമുക്കറിയാം, അറിയാത്തത് മാത്രം എഴുതിയെടുത്താൽ മതി. സെക്കൻഡ് വൺ ലാറിംഗോസ്കോപ്പ്. 2 എന്നിട്ട് എഴുതാ ലാറിംഗോസ്കോപ്പ്. എഴുതിക്കോളൂ. Laryngoscope is a procedure. Laryngoscope is a procedure. Healthcare providers used to examine your larynx. ഒന്നുകൂടി പറയാം. Laryngoscope is a procedure healthcare providers use to examine your larynx. എഴുതിയോ? Okay. Then next one എഴുതിക്കോളൂ ECG. ഷോർട്ട് ആക്കിയിട്ട് എഴുതാം ECG. Okay. Electrocardiogram എഴുതിക്കോളൂ. ECG is the simplest and fastest test. ECG is the simplest and fastest test used to evaluate the heart. Okay. ECG is the simplest and fastest test used to evaluate the heart. Okay. Next one trolley എന്ന് എഴുതിക്കോളൂ. trolley. ട്രോളിയില് ഫസ്റ്റ് വൺ എഴുതാ ക്രാഷ് കാർട്ട് ട്രോളി. ക്രാഷ് കാർട്ട് ട്രോളി എന്ന് എഴുതാ, ഹൈഫൻ ഇടാ. ക്രാഷ് കാർട്ട് ട്രോളി എന്താണെന്ന്. എമർജൻസി മെഡിസിൻ ആൻഡ് എക്യുപ്മെന്റ്സ്. ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിസിൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. Then SS dressing trolley എഴുതാ. SS dressing trolley. എഴുതിക്കോളൂ. സ്റ്റെയിൻലെസ് സ്റ്റീൽ. SS ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഹൈജീനിക്. Easy to clean. ഹൈജീൻ ആണ്. Easy to clean. Hygiene can easy to clean. Next is the flow meter. എഴുതിക്കോളൂ. used to measure
The volume or mass used to measure the volume or mass of a gas or liquid. Used to measure the volume or mass of a gas or liquid. Okay, എഴുതിയോ? നെക്സ്റ്റ് വേണം എഴുതിക്കോളൂ. സിറിഞ്ച് പമ്പ്. ഒന്നുകൂടി പറയണോ? ഫ്ലോ മീറ്റർ ഒന്നുകൂടി പറയാ, ശ്രദ്ധിക്കുക. ഇനി കംപ്ലീറ്റ് ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. യൂസ്ഡ് ടു മെഷർ ദി വോളിയം ഓർ മാസ് ഓഫ് എ ഗ്യാസ് ഓർ ലിക്വിഡ്. Used to measure the volume or mass of a gas or liquid. സിറിഞ്ച് പമ്പ് എഴുതിക്കോളൂ കേട്ടോ. സിറിഞ്ച് പമ്പ് എഴുതാ, ഒരു ഹൈഫൻ ഇടാം. ടു ഡെലിവർ a very small amount of medication. To deliver a very small amount of medication. To deliver a very small amount of medication. Okay. Complete ആയോ? Then അപ്പോ നമുക്ക് കോപ്പിയിൽ നോക്കി ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് എന്താണെന്നാണ് ഓരോ എക്യുപ്മെന്റ് ഇപ്പൊ നമ്മൾ എഴുതിയത്, അപ്പൊ അതനുസരിച്ചിട്ടൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് മീൻസ് PDF നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോർട്ട് നോട്ട് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ എത്ര എക്യുപ്മെന്റ്സ് ആണ് പഠിച്ചത്? ഓക്കെ, ടോട്ടൽ ഒരു 14 എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഇത്രയും നോക്കിയാൽ മതി, ഒരുപാടൊന്നും നോക്കണ്ട. ഇതിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയായിരുന്നു അല്ലെ. കുറച്ച് മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അതിന്റെ പേര് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഇനി ഓരോ എക്യുപ്മെന്റ്സും ഇനി അങ്ങോട്ട് പഠിക്കാനാണ്. ഇനി വരുന്ന എക്യുപ്മെന്റ്സുകളും അതിലും കുറച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ദെൻ കുറച്ച് അറിയാൻ പാടില്ലാത്തതുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. കണ്ടോ, ക്രാഷ് കാർട്ട് ആണ് അടുത്തത് വരുന്നത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ നെബുലൈസർ, ദെൻ സ്റ്റീം ഇൻഹൈലർ അല്ലെ, അതുപോലെ എക്കോ ചെയ്യുന്നത്. ഫ്ലോമീറ്റർ ആണോ? ഫ്ലോമീറ്റർ ക്ലിയർ ആയില്ല. ഫ്ലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ IV സെറ്റ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഓക്സിജൻ സിലിണ്ടറിലൊക്കെ ഇപ്പൊ ഓക്സിജൻ കൊടുക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോ ആ ഓക്സിജൻ നൽകുന്ന ഒരു അളവ് നിയന്ത്രിക്കുന്ന ഒരു മെഷീനാണ് ഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഭയങ്കര കൂട്ടിയിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആൾ ഓക്സിജൻ കൂടുതലായിട്ട് മീൻസ് എന്താണ്, മരണം വരെ സംഭവിക്കാം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനല്ല, അതിന് കറക്റ്റ് ഒരു ആ ഒരു അളവിനെ നിയന്ത്രിക്കുന്ന ഒരു മെഷീനാണ് ഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ IV സെറ്റ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു മെഷീനാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ 14 മെഷീൻസ് മീൻസ് എക്യുപ്മെന്റ്സ് ആണ് പഠിച്ചത്. വലിയ കുഴപ്പം തോന്നിയോ? അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ നമുക്ക് അറിയാം, കണ്ടിട്ടുണ്ട്, പക്ഷെ പേരറിയില്ല അല്ലെ, അതായിരുന്നു ഒരു പ്രശ്നം. ആണോ? ഓക്കെ, നിങ്ങൾക്ക് 14 മെഷീൻസ് മതി, എക്യുപ്മെന്റ്സ് മതി. ഒത്തിരി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നും തലയിൽ നിൽക്കില്ല. ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ നമ്മള് ഇന്നെടുത്തൊരു ഈ 14 എക്യുപ്മെന്റ്സും ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഇല്ലേ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടുമോ? കിട്ടില്ലേ? ഓക്കെയാണോ എല്ലാവരും? ദെൻ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? ഇനി എന്ത് പറ്റി എല്ലാവരും വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു? നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ടൈമാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഇന്ററാക്ഷൻ ഒന്നും വേണ്ട.
ഓക്കെ. അപ്പോ ഇത്രയും എക്യുപ്മെന്റ്സുകൾ ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും ഒരു റിപ്ലൈ പറയൂ. എന്ത് പറ്റില്ല? ഒരു ഉറക്കത്തിലാണോ? മ്യൂട്ടാണോ? ഓക്കെ. ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? എക്യുപ്മെന്റ്സുകള് മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയി മാഡം. ഓക്കെ. ഒത്തിരി എടുത്തു പോകുന്നില്ല, കാരണം കുറച്ചുകൂടി എക്യുപ്മെന്റ്സുകൾ നമുക്ക് ടോട്ടലി എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളൊരു 14 എക്യുപ്മെന്റ്സ് ആണ് പഠിച്ചത്. 43 എക്യുപ്മെന്റ്സ് പഠിക്കാനുണ്ട്. അത്യാവശ്യം ഓരോ ക്ലാസ്സിലും നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത്ര നമുക്ക് എടുത്തു പോകാം കേട്ടോ. ഒത്തിരി ഒരുപാട് എടുക്കുന്നില്ല, അത്ര സ്പീഡിൽ പോകേണ്ട കാര്യമില്ല. എടുക്കുന്നത് അത്രയും എന്ത് ചെയ്യാ, പഠിക്കാം കേട്ടോ. ബിനോയ് മഴയുണ്ട് അവിടെ അല്ലേ? റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഓക്കെ. ഓക്കെ, മഴയൊക്കെ ഉണ്ടെന്ന് അറിയാം അല്ലെ? അപ്പൊ ഒത്തിരി പേർക്ക് തോന്നുന്നു നമ്മൾക്ക് വളരെ കുട്ടി സ്റ്റുഡൻസ് കുറവാണ് അല്ലെ? നമ്മുടെ സ്ട്രെങ്ത് വളരെ കുറവാണ്. മഴയൊക്കെ കാരണമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല, എല്ലാം ക്ലിയർ ആയിട്ട് സെറ്റായി വരും കേട്ടോ. അപ്പോ ഇതുവരെയൊക്കെ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഇതുപോലെ ഇപ്പൊ ഞാനൊരു ചെറിയ കുഞ്ഞു നോട്ട് തന്നില്ലേ, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഷോർട്ട് നോട്ട് ശരിയാ ഞാൻ പറഞ്ഞിരുന്നു. നമ്മള് ഫുൾ ഫോമുകളല്ലേ പറഞ്ഞത്? ആണോ? ഓക്കെ. ഒരാളെങ്കിലും ഓർത്തല്ലോ. ബാക്കി രക്ഷപ്പെട്ടോർത്തിരിക്കണായിരുന്നു എല്ലാവരും. എഴുതുന്നുണ്ടോ? പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടോ ഷോർട്ട് നോട്ട്? ചെയ്യുന്നുണ്ട് മാം. ഓക്കെ. ചെയ്താല് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. ഇനിയും അത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാ, സമയം കിട്ടുന്നത് പോലെ. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് ആരെങ്കിലും നോട്ട്സ് ഒക്കെ എടുത്തത് വായിച്ചോ? ക്ലാസ് ഇല്ലാത്ത ദിവസം നമ്മൾ പിന്നെ അത് തുറക്കാറില്ല അല്ലെ? അങ്ങനെയാണല്ലോ. അങ്ങനെയാണോ? വായിച്ചെങ്കിലും നോക്കിയായിരുന്നോ നിങ്ങള്? ഓക്കെ, വായിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഓക്കെ. അപ്പോ ഇനി എന്താ, നമ്മളുടെ ഫുൾ ഫോമുകൾ നോട്ട് എഴുതാത്തവരാണെങ്കിൽ എഴുതുക കേട്ടോ. നോട്ട്സ് എഴുതാൻ എടുത്തത്. പെൻഡിങ് ക്ലാസ്സുകളൊക്കെ കേട്ടു. ഓക്കെ, നല്ല കാര്യം. പെൻഡിങ് ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഒന്ന് എടുത്ത് കാണുക കേട്ടോ. അപ്പോ നെക്സ്റ്റ് ഒരു ദിവസം ചോദിക്കാം കേട്ടോ. അപ്പൊ ഈ ഫുൾ ഫോമുകൾ ടോട്ടൽ ആയിട്ട് എഴുതാം. ഇനി അപ്പൊ എന്ത് ചെയ്യാം, ഇത് എഴുതിയിട്ട് ഓരോരുത്തരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. കാരണം ഇത്രയും ചാപ്റ്ററിൽ ഒത്തിരി നോട്ട്സുകളും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലെ, ഷോർട്ട് ഫോമുകളൊക്കെ. അപ്പൊ എന്ത് ചെയ്യാ, അതൊക്കെ ഒന്ന് പഠിക്കുക. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ, ഇനി നമുക്ക് നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ മൺഡേ ആണോ? നാളെ നമുക്ക് ഉണ്ടോ ക്ലാസ്? നാളെ ഉണ്ടോ? നിങ്ങൾക്കാണോ? ഉണ്ടോ ക്ലാസ്? ഇല്ല. ഓക്കെ. ഇനി നിങ്ങൾക്ക് ട്യൂസ്ഡേ ആണോ വരുന്നത് നമുക്ക് ക്ലാസ്? ട്യൂസ്ഡേ ആണോ ക്ലാസ് വരുന്നേ? ഓക്കെ. ട്യൂസ്ഡേ വരുമ്പോൾ എല്ലാവരും ഫുൾ ഫോമുകളുടെ നോട്ട്സ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇതുവരെ നമ്മൾ എടുത്ത ചാപ്റ്റർ, ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, മെഡിക്കൽ എക്യുപ്മെന്റിന്റെ കുഴപ്പമില്ല. അതുവരെ, അതിന് മുന്നേ വരെ നമ്മൾ എടുത്ത ചാപ്റ്ററിന്റെ ഫുൾ ഫോമുകളുടെ നോട്ട്സ് കയ്യിൽ വേണം. ഓക്കെ. ദെൻ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ചോദിക്കും. ദെൻ അതിനുശേഷം എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടുമ്പോൾ ആ ഒരു നെക്സ്റ്റ് വീക്കിൽ തന്നെ ഫുൾ ഫോമുകൾ മാത്രമായിട്ട് നമുക്ക് ചെറിയൊരു എക്സാം ഇട്ടാലോ? എന്താ അഭിപ്രായം? ഫുൾ ഫോംസ് മാത്രം ഇടുന്നുള്ളൂ, ചെറിയൊരു കുഞ്ഞ് എക്സാം ഇട്ടാലോ? ഓക്കെ ആണോ എല്ലാവരും? ഇതുവരെ എടുത്തിട്ടുള്ളതിൽ നിന്നുള്ള എന്താ, ഫുൾ ഫോമുകളുടെ മാത്രമായിട്ടുള്ള ഒരു എക്സാം. നമ്മളിപ്പോ എക്സാം നടത്താറില്ലല്ലോ, നമുക്ക് ടൈം കിട്ടുന്നില്ല അല്ലെ? അപ്പോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് എക്സാം ഒക്കെ ഇടാം. ഓക്കെ. എക്സാമിന് മാർക്ക് പോയി എന്നോർത്താരും വിഷമിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല. പറ്റുന്ന പോലെ എന്ത് ചെയ്യുക, പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് എഴുതി വെക്കാൻ പറഞ്ഞത്. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ എക്സാമിന് അത്ര ബുദ്ധിമുട്ട് വരില്ല. നമ്മളിപ്പോ പഠിച്ചിട്ട് എക്സാം ഒക്കെ ഇട്ട് പോകുമ്പോ എന്താ, വലിയ ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ. അപ്പൊ എല്ലാവരും റെഡിയാണ്? ട്യൂസ്ഡേ വരുമ്പോ എല്ലാവരുടെ കയ്യിൽ എഴുതിയിട്ടുണ്ടാവണം. ഇനി എഴുതി തുടങ്ങാത്തവര് അത്രയും ഡേ ഉണ്ട് ഇനി. അപ്പോ സൺഡേ സാറ്റർഡേ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലെ, ഒഴിവ് ദിവസങ്ങളൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, അതനുസരിച്ചിട്ട് പഠിക്കാനും കൂടി ശ്രമിക്കുക. ഓക്കെ. അപ്പൊ അത്രയും ഭാരം നമുക്ക് കുറയും. നമ്മൾ എത്രത്തോളം പഠിച്ചു വരുന്നു അത്രയും ഭാരം കുറയും. അല്ലെങ്കിൽ ഈ ലാസ്റ്റ് അറ്റ് ദ മൊമെന്റിൽ ഇട്ടുകൊണ്ട് മീൻസ് എല്ലാം കൂടി പഠിക്കാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട് അല്ലെ? നിങ്ങൾക്ക് അറിയാം, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ചില ചാപ്റ്റേഴ്സ് എളുപ്പമായിരിക്കും, പക്ഷെ ചില ചാപ്റ്റേഴ്സിൽ ഒത്തിരി കവർ ചെയ്ത് പഠിക്കാനായിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ, അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോവുക. എല്ലാം കൂടി ലാസ്റ്റ് നിമിഷത്തേക്ക് വേണ്ടി വെക്കാതിരിക്കുക. ഓക്കെ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ.
ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. മാം